സൺറൂഫ് വെളി മാത്രമല്ല ഇങ്ങനെ തുണി ഉണങ്ങാനായിട്ട് വിടാം. ദേ നിങ്ങൾ നോക്കിക്കും എഞ്ചിനീയറിംഗ് പഠിച്ചു തുണി ഉണക്കാനിട നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്താലും നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടു. അതുകൊണ്ട് എന്നാ രസമാന്ന് നോക്കിയാൽ മോനെ, വേറെ ലെവല് സെലക്ട് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങോട്ടേക്ക് അല്ലേ. കണ്ടോ കല്ലിടുക്ക് കണ്ടോ, കടൽ ഇത്രയും അടുത്തായത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും മോനെ, നമ്മളിങ്ങനെ ചെറിയ റിഡ്ജ് പോലെ 15 കിലോമീറ്റർ യാത്ര ഇത്രയും തീരത്തോട് ചേർന്ന്. വേറെ ലെവൽ. വർക്കലയിലേക്കുള്ള ഹെയർ പിൻ ബീച്ച് റിസോർട്ട്സുകളുടെ ഒരു രാജ്യം, ഒരു സ്ഥലം തന്നെയാണ് ഈ വർക്കല. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ആ ഒരു പോലീസുകാരന് സല്യൂട്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്നും നേരെ വർക്കലയിലേക്ക് പോവാണ്. സംഭവം ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു ബീച്ച് സൈഡിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിക്കർ ഇട്ടാൽ മതിയെന്ന്. അപ്പൊ ചിലർ പറഞ്ഞു പാൻറ് ഇട്ടുകൊണ്ട് പോകണം, ചിലപ്പോൾ കടയിലൊക്കെ കയറണമെന്ന്. എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ നിക്കറൊക്കെ മാറി. നിക്കർ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അന്നേരമാണ് പാൻറ് നനച്ചത് ഇടാനായിട്ട് എങ്ങനെ ഉണങ്ങും. അപ്പോഴാണ് നമ്മുടെ അക്ബർ പറഞ്ഞു സൺറൂഫ് പിന്നെ എന്തിനാണെന്ന്. അങ്ങനെ അക്ബറും പിന്നെ ശ്രീ അരുൺ സാറിന്റെയും കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ചു തുണി ഉണക്കാനിട നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്താലും നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം. അങ്ങനെ വേണ്ടേ, ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ആരേലും വണ്ടിയുടെ സൺറൂഫിന്റെ മേളില് പ്രൊമോഷൻ ആയിക്കോട്ടെ. സൺറൂഫിന്റെ മേളില് എന്തിനാ സൺറൂഫ് എന്ന് പലരും ചോദിക്കത്തില്ലേ. സൺറൂഫ് വെളി മാത്രമല്ല ഇങ്ങനെ തുണി ഉണങ്ങാനായിട്ട് വിടാം. ദേ നിങ്ങൾ നോക്കിക്കും 3 പേരുടെ വാൻഡ് കഴുകി തുടങ്ങി. നമ്മൾ വാൻ ലൈഫ് ആണോ ഇത്. അപ്പൊ നേരെ എന്താണ് തുണിയൊക്കെ ഉണക്കിക്കൊണ്ട് നമ്മള് ബീച്ചിന് പാരലായിട്ടുള്ള റോഡിൽ കൂടെ വർക്കലയ്ക്ക് പോവാണ്. ബീച്ചിന് പാരലായിട്ടുള്ള റോഡാണ് ഈ പോകുന്ന പോക്ക് കണ്ടോ. വർക്കല വരെയും ഇങ്ങനെ പോവാണ്. ഇതിന്റെ ഇവിടെ ആണ് ഒരു പൊഴിയുണ്ട്, മറ്റേ ചിറയൻകീഴാപ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ മറ്റേ വെള്ളം കടലിലേക്ക് ഇറങ്ങുന്നതിന്റെ പൊഴിയൊക്കെ ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും സംഭവം നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നൈസ് അല്ലേ, എല്ലാവരും സന്തോഷമല്ലേ. അങ്ങനെ നമ്മള് ആ റോഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം ആ ഒരു പൊഴി എത്താറായേ. ഞാൻ ആ തിരുവനന്തപുരത്തുള്ളവരോട് അല്ലെങ്കിൽ തിരുവനന്തപുരം കണ്ടിട്ട് വരുന്നവർ വർക്കലയിലേക്ക് വരാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു വഴിയാണല്ലേ. ഓടിക്കാൻ സുഖം, പ്രത്യേകിച്ച് അധികം തിരക്കുകളില്ല, വണ്ടിയൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡ്. വേണ്ട ആ പൊഴി എത്തുകയാണ്. നമുക്ക് വേണ്ട ആ പൊഴി, ആ ഒരു വെള്ളം പൊഴി എന്താണെന്ന് അറിയാത്തവരോട് പറഞ്ഞു തരാം. കായലിലെ അല്ലെങ്കിൽ ആറിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഒരുമിച്ച് കടലിലേക്ക് ഒഴുകി പോകുന്ന സ്ഥലം, അതാണ് പൊഴി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ആ തോട്ടപ്പള്ളിയൊക്കെ അറിയാലോ എല്ലാവർക്കും. കണ്ടോ ഇത് കണ്ടോ, ഇവിടുത്തെ എല്ലാം വെള്ളം ഇങ്ങനെ വന്ന് കടലിലേക്ക് ഒഴുകുന്ന സ്ഥലമാണേ. കണ്ടോ ഇതാണ് പൊഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കാനൊക്കെ ആയിട്ട് പറ്റും, നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനും വണ്ടിയെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സംഭവം കാണിക്കാം. അതുകൊണ്ട് ആ സൈഡെല്ലാം ആണ് ഈ കായലില് ഇതിന്റെ എല്ലാം വേണം. ഈ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് എന്നാ രസമാന്ന് നോക്കിയാൽ മോനെ, വേറെ ലെവല് സ്ഥലം. നമുക്കിവിടെ സമയമില്ല, അതായത് നമ്മൾ നേരെ വർക്കലേക്ക് പോകുന്നോണ്ട് ഇവിടെ ഇറങ്ങാത്തത്, അല്ലെങ്കിൽ ഇറങ്ങിയാൽ കിഡിലൻ ഫ്രെയിംസ് ഒക്കെയാണ് ഈ ഏരിയയിൽ കണ്ടോ. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു തീരം കണ്ടോ, ആ ഒരു കല്ലിടുക്കിൻ്റെ ഇടയിലേക്ക് വെള്ളത്തിര വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ ലെവല് സംഭവം പക്കയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങണം കേട്ടോ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഈ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വശത്തും വെള്ളമാണ്. ഇവിടെ കടല്, അപ്പുറത്ത് കായലിലെയോ അല്ലെങ്കിൽ ആറ്, കായലെന്ന് തന്നെ പറഞ്ഞു, കായലിലെയും കടലിലെയും കൂടെ വെള്ളം, അതിൻ്റെ ഇടയിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഈ ഒരു ഭാഗമാണ്, അപ്പുറം മൊത്തം കടല്. എനിവേ സംഭവം വേറെ അല്ലടാ, നൈസ്. അതിന്റെ കൂടെ നമ്മുടെ പാൻ്റ് എല്ലാം ഉണക്കുന്നുണ്ട്, ഉണങ്ങി ഏകദേശം ഉണങ്ങി റെഡിയാകാൻ തോന്നുന്നു അല്ലേ. വിരിച്ചിട്ടെ. പിന്നെ പാൻറ് പറന്നു പോകത്തില്ല കേട്ടോ. ഞങ്ങളുടെ അജയ് ഗോപാൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ഗുണമൊക്കെ ഉണ്ട്. കാര്യം 3 പാൻറിന്റെയും ബട്ടൺ ഹോളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടേക്കുവാണ്, പറന്നു പോകത്തില്ല. അതേപോലെ തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങോട്ടേക്ക് അല്ലേ. ആ പിന്നെ ഗുണമുണ്ട് ബിടെക് സെൻട്രൽ ഓഫ് മാസ് ഒക്കെ താഴേക്കാന്ന്, അപ്പൊ പോകത്തില്ല. പിന്നെ അതേപോലെ തന്നെ അണ്ണൻ വേറെ പറഞ്ഞായിരുന്നു, എന്തോ കാറ്റടിക്കുമ്പോ മണ്ണും പോകുന്നു. ആ ടെക്നോളജിയെ കുറിച്ച് ഒന്ന് പറയാം. സാധാരണ നമ്മൾ അയൽ ഉണക്കാൻ ഇടുമ്പോഴത്തേന് എന്താണ് വെയിൽ മാത്രം അടിച്ച് ഉണങ്ങത്തേ ഉള്ളൂ. ഇതിപ്പം കാറ്റടിച്ച് നമുക്ക് നമ്മുടെ മണലും പോകുന്നുണ്ട്, നമ്മുടെ കാലിലും പാന്റിലും പറ്റിയ മണലും പോകുന്നുണ്ട്. അതുമല്ല കാറ്റടിച്ച് തുണിയായിട്ട് ഉണങ്ങുന്നുമുണ്ട്. സംഭവം വേറെ ലെവലാണ്. അതായത്
വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചുകൊണ്ട് പോയാൽ മതി. ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ റോഡിൻ്റെ ഇതെല്ലാം മാറി നമ്മൾ പക്ക നാട്ടിൻപുറത്ത് അതായത് ബീച്ചിന് കടപ്പുറത്തെ ഗ്രാമത്തിൽ പോകുന്ന പോലാണ്. കടപ്പുറ കണ്ടോ, കല്ലെടുക്ക കണ്ടോ, കടൽ ഇത്രയും അടുത്തായത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും മോനെ, നമ്മളിങ്ങനെ ചെറിയ റിഡ്ജ് പോലെ. ഇത് കൊള്ളാം, ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഗൂഗിൾ മാപ്പ് നൈസാ. പൊളി പൊളി പൊളിയേ. ഇവിടെ നിന്നും കടലിൽ നിന്നും വരുന്ന മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് ഈ പൊഴിക്കകത്തൂടെ കയറി ഇപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും പരിപാടിയെല്ലാം നടത്തുന്നത്, സെയിലിംഗ് കാര്യങ്ങളും എല്ലാം. ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് അവിടെ എല്ലാം. നേരെയാണ് റോഡ്. ഇതൊക്കെ മക്കളെ ഒരു ദിവസം വരേണ്ടതാണ്. കാര്യം ഇത് നൈസാണ്. വർക്കല സാധാരണ എല്ലാവരും പോകുമ്പോൾ NH കൂടെ പോകുന്നത്. ഈ വഴി നിങ്ങൾ ഇനി ട്രൈ ഔട്ട് ചെയ്യണം. പൊളി സ്ഥലം. നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലം വരുമ്പോൾ പല ബ്യൂട്ടിയാണ്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. ഇനി എത്ര മിനിറ്റ് ഉണ്ട് വർക്കലയിലേക്ക്? 12 15 കിലോമീറ്റർ ഉണ്ട് വർക്കലയിലേക്ക്. ബീച്ചിന്റെ സൈഡിൽ കൂടെ ഫുള്ളി 15 കിലോമീറ്റർ യാത്ര. 15 കിലോമീറ്റർ യാത്ര ഇത്രയും തീരത്തോട് ചേർന്ന് വേറെ ലെവൽ. അതും AC ഒന്നും ഇട്ടുകൊണ്ട് പോകല്ലേ കേട്ടോ. പൊടിയൊന്നും കയറുന്നുള്ള പേടിയൊന്നും വേണ്ട. എല്ലാം തുറന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചിലപ്പോൾ ഇച്ചിരി വിയർക്കൊക്കെ ചെയ്യും. ഉച്ചയൊക്കെ ആകുമ്പോൾ വിയർക്കും. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. ഈ ഒരു അന്തരീക്ഷത്തെ ഇവിടുത്തെ കാറ്റും കടൽക്കാറ്റും ഒക്കെ കൊണ്ടുകൊണ്ട് ഒരു യാത്രയുണ്ടല്ലോ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. ഇപ്പം ഇതിന്റെ വീതി കുറഞ്ഞു, ഒറ്റ ലൈൻ പോലത്തെ വീതിയായി. പക്ഷേങ്കിൽ കടലിന്റെ കടൽ തീരം കണ്ടോ, ഇതിന് തൊട്ടപ്പുറം കടൽ. അതായത് കടൽ ഭിത്തിയെല്ലാം പോയതൊക്കെയാണ് ഈ ഓരോരോ ദുരന്ത സമയത്ത്. വീടുകളൊക്കെ നിൽക്കുന്നുണ്ടോ? ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ഈ റോഡിനപ്പുറം. എന്ന അവസ്ഥയെന്ന് പറഞ്ഞത് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു രീതിയിലുള്ള ജീവിതമാണ് അതിപ്പം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവർക്കൊന്നും ഇവിടുന്ന് മാറി വേറെ സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവിടുത്തെ കടലിൽ നിന്നും ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ഏരിയ വിട്ടിട്ടൊന്നും മാനം എടുത്തില്ല. പക്ഷെ എല്ലായിടത്തും ആൾക്കാർ വേണമല്ലോ, സസ്റ്റെയിൻ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ്, അത് കഴിഞ്ഞ് ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിൽ കടൽ. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജീവിതമാണ്. അതായത് സാധാരണ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ പറമ്പൊക്കെ ഒരുപാടുള്ളവർക്ക് ഈ സ്ഥലത്തൊന്നും വന്ന് താമസിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതിനൊക്കെ വേറെ സംഭവം. മാനസികമായിട്ടും എല്ലാം വലിയ ഭാഷണൊക്കെ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലെ കണ്ട മാഹീനൊക്കെ പോകുന്നില്ലേ, മാഹീനെക്കൂട്ടുള്ളവർക്കൊക്കെ ഇത് എവിടാണേലും പോയി ചെയ്യാല്ലേ. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തതിന് ശേഷം അവിടെ പോയി ഇരുന്ന് എഡിറ്റ് ചെയ്ത സമയത്തൊക്കെ പലതും സംസാരിച്ചപ്പോഴൊക്കെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലൈഫ് സ്റ്റൈലും വേറൊരു എന്താണ്, അത് നമുക്ക് പാടാം. അപ്പം നമ്മൾ യാത്രയുടെ ഇടയ്ക്ക് നമ്മൾ ചിറയൻകീഴ് എന്നുള്ള ഭാഗത്തേക്ക് എത്തി. അപ്പം ചിറയൻകീഴ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ചെറിയൊരു കോട്ടയുണ്ട് ഇവിടെ, പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നിലവിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. എല്ലാം പൂട്ടിയിട്ടേക്കുക, കോവിഡിൻ്റെ കാര്യങ്ങൾ കൊണ്ട് പൂട്ടിയിട്ടേക്കുക. അപ്പം ഇവിടെ ചിറയൻകീഴ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ജംഗ്ഷനിൽ നമ്മളിവിടെ കണ്ട ഈ ഒരു കടയിൽ നിന്നും ഉഴുന്നുവട മേടിച്ചു. എങ്ങനെ ഉണ്ടോ? കുഴപ്പമില്ല, നോർമൽ ഉഴുന്നുവടയും പരിപ്പുവടയും മേടിച്ചു. നമ്മളൊന്നും വേറെ ഒന്നും ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 മണി 3:52 അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോവാണ്. സൗണ്ടിനൊക്കെ ചെറിയൊരു കിച്ചുണ്ട്. വിക്സ് മേടിച്ചോളൂ, കിച്ച് മാറാൻ വിക്സ്. അതിപ്പം എല്ലാം സെറ്റാക്കിയിട്ട് വരും അടുത്ത ഫ്രെയിമിൽ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന വർക്കലയിലേക്ക് എത്താറായി. ഇതാണ്ട് വർക്കലയിലേക്കുള്ള ഹെയർ പിൻ അതെ അതായത് ക്ലിഫിലേക്കുള്ള ഒരു കയറ്റം കയറുന്നു. ഇവിടെ നിന്നും ഈ ഭാഗത്തുനിന്ന് ലെഫ്റ്റിലോട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്. ഇതാണ്ട ക്ലിഫ് ഹെലിപ്പാഡ് പരിപാടിയെല്ലാം. എനിക്ക് തോന്നുന്നു ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല. കണ്ടെയ്ൻമെന്റ് സോൺ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കൊള്ളാമല്ലോ, കിടിലൻ സ്ഥലമൊക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ക്ലിഫിലേക്ക് പോകുന്ന ഈ വഴിയാണ്. വന്ന റോഡിൽ നിന്നും ലെഫ്റ്റ് കയറിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. വർക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. അതായത് മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടീ എസ്റ്റേറ്റ് റിസോർട്ട്സ് ഒരുപാട് കാണാമല്ലോ. അതേപോലെ തന്നെ ബീച്ച് റിസോർട്ട്സുകളുടെ ഒരു രാജ്യം, ഒരു സ്ഥലം തന്നെയാണ് ഈ വർക്കല. കണ്ടോ, നമ്മൾ പോകുന്ന അവിടെ എല്ലാം കോട്ടേജുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് മൊത്തം ഈ ഏരിയ ഫുള്ള്.
ആണോ? ഓ കണ്ടെയ്ൻമെന്റ് സോണല്ലോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നോക്കട്ടെ. അങ്ങ് മാവേലിക്കരേന്ന് വരുവാ. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. വേണ്ട ഇറങ്ങണ്ട വണ്ടിക്ക് അതൊന്നും ഞാൻ ജസ്റ്റ് ഞാൻ യൂട്യൂബറാണ്. അപ്പൊ നമ്മള് വർക്കല ക്ലിപ്പിലെത്തി. അപ്പൊ നമ്മള് വർക്കല വന്നപ്പോൾ പക്ഷേ ഇവിടെ D കാറ്റഗറിയിലാണ് ഇറങ്ങരുതെന്ന് പറഞ്ഞു ഇവിടുത്തെ സാറ്. പക്ഷെ നമ്മളോട് ജസ്റ്റ് കറങ്ങി അതിന്റെ വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ. വീണ്ടും നമ്മൾ വർക്കലയിലേക്ക് വരും, പിന്നീട് ഒരിക്കൽ വരുന്നതാണ്. അപ്പം ആ ഒരു പോലീസുകാരന് സല്യൂട്ട്. അതായത് നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇങ്ങനെ കാര്യം പറഞ്ഞു വന്നു, ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് യൂട്യൂബറാന്നൊക്കെ പറഞ്ഞു, ജസ്റ്റ് റൗണ്ട് ചെയ്ത് വീഡിയോ എടുത്തോളാം പറഞ്ഞു. എനിവേ നമ്മൾ വീണ്ടും വരുന്നതാണ് വർക്കലയിലേക്ക്. പക്ഷേ എന്നാൽ നമുക്ക് വേറൊരു സ്ഥലമുണ്ട്, കാപ്പിൽ. അവിടെ ഈ D സോണിനകത്ത് വരുന്നതല്ല. അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് പോകാം.